ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റാൻഡായ മുണ്ടക്കയം ബസ് സ്റ്റാൻഡാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ യാതൊരു കയങ്ങളും ഇവിടെയില്ല. ഇത് ഹൈറേഞ്ചിൻ്റെ ഹബ്ബാണെന്ന് പറയുന്നു. രാവിലെ ബസ് സ്റ്റേഷൻ ഉണർന്നിട്ടേ ഉള്ളൂ. പ്രൈവറ്റ് ബസ്സുകളും KSRTC ബസ്സുകളും ഒരേപോലെ എത്തി പുറപ്പെടുന്ന സ്റ്റാൻഡ് ആണിത്. ഹൈറേഞ്ചിൻ്റെ തുടക്കം ഇവിടെ നിന്നാണെന്ന് പറയാം. കട്ടപ്പന, കുമളി, നെടുങ്കണ്ടം അടക്കമുള്ള ഹൈറേഞ്ചുകളിലേക്ക് പോകുവാൻ കോട്ടയത്തു നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും ഒക്കെ തന്നെ ബസ്സുകൾ ഇവിടെ എത്തിച്ചു. ഇത് കുമളിയിലേക്ക് പുറപ്പെടുന്ന KSRTC ബസ്സാണ്. പക്ഷേ ഈ ബസ് സ്റ്റാൻഡ് വേണ്ടത്ര രീതിയിൽ പരിപാലിക്കുവാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു നഷ്ടമായി അവശേഷിക്കുകയാണ്. പലയിടത്തും വൃത്തിഹീനമായ രീതിയിലാണ് ബസ് സ്റ്റാൻഡ് കാണപ്പെടുന്നത്. എത്രയോ ബസ്സുകൾ ഇവിടെ വന്ന് പോകുന്നു. ആയിരക്കണക്കിന് യാത്രക്കാർ ഇവിടെ വന്ന് പോകുന്നതാണ്. ടൂറിസം വികസിപ്പിക്കുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. പ്രകൃതി രമണീയത കൊണ്ട് ഇത്രയധികം അനുഗ്രഹമായിട്ടുള്ള ഒരു നാട് മറ്റ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണം. ആവശ്യത്തിനുള്ള നദികൾ, അതിലേറെ പുഴകൾ, ജലലഭ്യത ഇത്രയും അധികമുള്ളത് ഇല്ല. പ്രകൃതി രമണീയമായിട്ടുള്ള ഭൂപ്രദേശങ്ങൾ, കാലാവസ്ഥ. പക്ഷേ നമ്മുടെ സർക്കാരുകൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എത്രയോ അധികം വരുമാനം ഉണ്ടാകേണ്ടതാണ്. ഇവിടെ സർക്കാർ തലത്തിലുള്ള റെസ്റ്റോറൻറ്റുകൾ സ്ഥാപിക്കാം. സർക്കാർ സ്ഥലത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ സ്ഥാപിക്കുവാനായിട്ട്. പക്ഷേ നമ്മുടെ സർക്കാരുകൾക്ക് അതിനൊന്നും താല്പര്യമില്ല. എന്തായാലും ഹൈറേഞ്ചിൻ്റെ ഹബ്ബായ, ഹൈറേഞ്ചിൻ്റെ കവാടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പ്രദേശത്തെ ഒന്ന് പരിപോഷിപ്പിക്കുവാൻ നമ്മുടെ സർക്കാരുകൾ ശ്രമിക്കുന്നത് നന്നായിരിക്കും.